Hello guys, welcome back. This is me Puses. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ലക്കി സ്കൈ ബ്ലോക്ക് അഡ്വഞ്ചറാണ്. സ്കൈ ബ്ലോക്ക് അല്ല, ലക്കി സ്കൈ ബ്ലോക്ക്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമുക്കിതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ അനിയണം. പക്ഷെ നമുക്ക് തുടങ്ങാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ട്രീ അങ്ങ് ചോപ്പ് ചെയ്ത് കളയണം. ഐ തിങ്ക് താഴെവിടൽ അത് നമുക്ക് എടുക്കാം. ഈ ട്രീനങ്ങ് മൂട്ടിൽ കൊണ്ടുവച്ച് ഇത് പൊട്ടിക്കാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ എന്തായാലും തീർന്നോ ഇതിനിടയ്ക്ക് ലീഫുകൾ കത്തി പിടിക്കണ്ട. അവസാനം നമുക്ക് ഇപ്പം ഒരു സാപ്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇതിനകത്ത്. ഇത്ര നോക്കിയിട്ട് എത്ര ലീഫുകൾ ഞാൻ വെട്ടി, ഒരു സാപ്ലിംഗ് പോലും ഇല്ല. പൊട്ടത്തിലൊന്ന് പൊട്ടത്തില. നമുക്ക് സാപ്ലിംഗ് കിട്ടിയിട്ടില്ല. സാപ്ലിംഗ് കിട്ടിയെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവിടും. ഈ സാധനം ആർക്കും വേണം അലയാടേരിയാണ്. അവിടെ 4 ലക്കി ബ്ലോക്ക്, അവിടെ ഒരു ജെയിൻ്റ് ലക്കി ബ്ലോക്ക്, അവിടെ ഒരു ജെയിൻ്റ് ലക്കി ബ്ലോക്ക്, അവിടെ 8 ലക്കി ബ്ലോക്ക് തോന്നുന്നു. പശു അതെന്തോന്ന് എനിക്ക് പിടികിട്ടിയ. പശു. ഓക്കെ, പശുവാണ്. ഇനി ഇത്ര നേരം എന്തിനു വേസ്റ്റ് ചെയ്ത സമയം? അതിൻ്റെയൊക്കെ മുമ്പ് നമുക്കൊന്ന് ചെയ്യാം, വെറുതെ സമയം കളയണ്ട. ഞാൻ എല്ലാ പ്രാവശ്യവും സ്കൈ ബ്ലോക്ക് അഡ്വഞ്ചർ ചെയ്യുമ്പം ഇവിടെയാണ് വെള്ളം തോന്നുന്നു. ഇവിടെ തന്നെ വെള്ളം തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐസൺ കൈ പിടിക്കാം. ഇവിടെ ഇത് പൊട്ടിക്കുക, ഇതെടുക്കുക, ഇത് പൊട്ടിക്കുക. അപ്പോൾ വെള്ളം ഇങ്ങനെ പോകും. അപ്പം ഇവിടെ നമ്മൾ ഇത് വയ്ക്കുക. കണ്ട, ഇതാണ് ജനറേറ്റർ. പക്ഷെ ജനറേറ്ററിനൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റും ഏതെങ്കിലും ഒരു ബ്ലോക്ക് വയ്ക്കേണ്ടി വരും. വെള്ളത്തിൽ വീണാൽ ഞാൻ തീർന്നു, വെള്ളത്തിൽ അല്ലെങ്കിൽ ലവയിൽ വീണാൽ ഞാൻ തീർന്നു. കണ്ട, അതിൻ്റെ ചുറ്റും കോബിൾ സ്റ്റോൺ വയ്ക്കണം. അതവിടെ ബ്ലോക്ക് ഇവിടെ പോയാ കിട്ടി, നമുക്ക് കിട്ടി. ശരി, ഞാൻ ഇതും കൂടെ പൊട്ടിച്ചെടുക്കട്ടെ. അതിന് മുമ്പ് ഞാൻ ഇതന്നെ ഇതെടുത്ത് ഇവിടെ ഇങ്ങനെ ഈ ഒരെണ്ണം കൂടെ വേണമല്ലോ. കിട്ടി, ഒരെണ്ണം കൂടെ കിട്ടി. അപ്പോൾ അതെടുത്ത് ഇവിടെ ഇങ്ങനെ വയ്ക്കുക, ഇല്ലെങ്കിൽ ചുറ്റിലും പോകും. അതാണ് ലാവേദ പ്രശ്നം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഐലൻഡ് ഇതായിരിക്കും വേണം പോകണം. അയ്യോ, നമുക്ക് അവിടം വരെ ഉപയോഗിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഐലൻഡ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇതൊന്ന് വെട്ടാം. 2000 years later. വെട്ടല്ല, എന്തെങ്കിലും ചെയ്യാം. അയ്യോ, പോയി, അത് കയറിപ്പോയി, കത്തിപ്പോയി. അങ്ങനെ കത്തിപ്പോയാൽ ശരിയാവും. ഇത് വല്ല ഓട്ടോമാറ്റിക് ചെയ്യുന്ന കൊള്ളായിരുന്നു. എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന മടുപ്പാണ്. ഓട്ടോമാറ്റിക് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കും. അതൊന്നും ആർക്കറിയാം. തീർന്നില്ലേ? ഓക്കെ, നമുക്ക് ഇത് വെച്ച് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ വെച്ചേക്കുന്നത് എനിക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഇതെന്ത് സാധനമാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? അതൊന്ന് ഫെയർ ആണ്. ഓക്കെ, നമുക്ക് താഴെ വീഴാൻ നോക്കണം. ഇനി ഇത്രയും കൂടെ ചെയ്താൽ മതി. എന്നാൽ നമ്മൾ ഫുൾ എക്സ്പാൻഡ് ചെയ്യണം, കുറേ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കാര്യം നടക്കൂല. പെട്ടെന്ന് അങ്ങ് ചെന്ന് ചാവും. ഹാർഡ് കോറൊന്നുമില്ല, സർവൈവല.
ഇത് ഇൻഫിനിറ്റി വാട്ടർ ജനറേറ്റർ. ഇത് ഇൻഫിനിറ്റി വാട്ടർ ജനറേറ്ററായി. നമുക്ക് കണ്ട എടുക്കാൻ പറ്റൂലേ? എടുക്കാൻ പറ്റൂല. എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും. അത് നമുക്ക് എന്തായാലും പറ്റൂല. അതെന്തൊരു ഫെയർ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതങ്ങ് വെട്ടി എടുക്കേണ്ടി വരും. അല്ലാണ്ട് വെറുതെ വെളിപ്പടിച്ചോണ്ടിരുന്ന കാര്യം നടക്കൂ. അതവിടെ പോയി അത് ഇൻവിസിബിൾ ആയ അതിനകത്ത് എന്തൊരു വേണോ ഇവിടെ ഉള്ളതാ. നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. പോയി വീണാ തീർന്നില്ല. ഹാർഡ്കോറാവാത്ത ഭാഗ്യം. ഹാർഡ്കോറാണ് കൂടുതൽ ഇഷ്ടം. എന്തും പറഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഞാനൊക്കെ കളിക്കുന്നത്. അതൊക്കെയാണ് രസം. പക്ഷെ ചത്ത എനിക്ക് ദേഷ്യം വരും. വല്ല നല്ലതും കിട്ടിയിട്ട് ചത്ത എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടങ്ങിയിരിക്കും. ഇപ്പം ഇത് ബ്രേക്കാവും. അപ്പം നമുക്കൊരു കോബിൾ സ്റ്റോൺ പിക്കാച്ചിനെ ഉണ്ടാക്കാം. നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ മരണത്തിനടുത്തായിരുന്നു. നമുക്ക് ആദ്യം ഒരു ഇതുണ്ടാക്കണം. ഫുൾ ആദ്യം തന്നെ ഉണ്ടാക്കണം. എനിക്ക് ഇനി 2 എണ്ണം ഇത് വെച്ചിട്ട് ഇതെടുക്കണം. ഇതിവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതെടുത്ത് ഇവിടെ വയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രാഫ്റ്റിംഗ് ബെഞ്ച് എടുത്ത് വയ്ക്കണം. എന്നിട്ട് അതിനകത്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യണം പറഞ്ഞു. നമ്മൾ പിക്കാച്ച് ഉണ്ടാക്കണം. പിക്കാച്ച് തന്നെയല്ലേ എൻ്റെ പേര്? തന്നെ പിക്കാച്ച് ഉണ്ടാക്കണം. പിക്കാച്ച്. ഓക്കെ, നമുക്ക് ഇനി ഈ പൊട്ടല സാധനം ആർക്ക് കളയണമായിരുന്നു. പോയിട്ട് ഇനി പോയത് ഇനി എനിക്ക് ചാടി എടുക്കാൻ പറ്റൂലല്ലോ. നമുക്ക് ഇവിടെ വെള്ളം കോരി എടുത്താലേ. പക്ഷെ എന്നാൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അയ്യോ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂലേ? അതെന്തൊരു വെള്ളത്തിനും പണി ബാക്കി ചെയ്യാം. ഇപ്പൊ കുറച്ചും കൂടെ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്തൊരു ഇടിയും മിന്നലും. ഇതെന്ത് വട്ടാണ് ഇടിയും മിന്നലിന്? വെറുതെ അടങ്ങിയിരിക്കാൻ പറ്റൂല തോന്നിന്. ഓക്കെ, നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് കണ്ടായിരുന്ന മിന്നല്. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഓക്കെ, നമുക്ക് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം തരും. അയ്യോ, ഇവിടെ ഇതാണ് വയ്ക്കണം. ഇവിടെ ഇതങ്ങ് പൊട്ടിച്ചെടുക്കുക. 1 വർഷം എടുക്കാവുന്ന നമുക്ക് ഇത് ചെയ്യാം. എടുത്തിട്ട് ഇവിടെ ഇതിലടങ്ങിയിരിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നമുക്കിനി ഒരു ഫർണൈസാണ് നമ്മൾ ആ ചെറിയ വെള്ളത്തിൽ പോയപ്പോൾ നമുക്ക് ശ്വാസം മുട്ടണം. അതെന്തൊരു പൊട്ടത്തരം. അത് നമുക്കും പറ്റും. എന്തിലോട്ടെ നമുക്ക് പൊട്ടിച്ചെടുക്കണം. വേൾഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ കൊള്ളായിരുന്നു. അതല്ലേ ചെയ്യണം. മൈൻക്രാഫ്റ്റിനകത്ത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വല്ല റോബോട്ട് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ ചെയ്ത് മടുത്തു. നമുക്കിനി അപ്പുറത്തോട്ട് വീഴരുത്. വീണാൽ ഡെഡ് എൻഡാണ്.
പക്ഷെ റീസ്പോൺ ചെയ്യാൻ പറ്റും, പക്ഷെ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരിക്കില്ല. ചീറ്റ്സ് ഓണാക്കിയിട്ട് അതാണ് കോമഡി. ചീറ്റ്സ് ഓണാക്കിയിട്ട് നമുക്ക് ചീറ്റ്സ് ഓണാക്കിയിട്ട് നമുക്കങ്ങ് പെട്ടെന്ന് ചീറ്റ്സ് ഓണാക്കിയിട്ട് എന്താ ചെയ്യുക, ചീറ്റ്സ് ഓണാക്കിയിട്ട് നമുക്ക് ഈ എല്ലാ സാധനവും മരിച്ചാലും ഇൻവെൻട്രി വയ്ക്കാം. അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ. ഇതെന്തോടെ എനിക്ക് ഇരിക്കണം, എന്നെയും പേടിപ്പിക്കാൻ. പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ബ്രിച്ച് പ്ലാൻസ് ഇല്ലേ, അത് വച്ചിരിക്കും പോലെ തോന്നി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് പൊട്ടത്തിനാണ്. നമുക്ക് വീണ്ടും എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് 64 എടുത്താലേ. എല്ലാം കത്തി പോണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? നമുക്കിനി അതും കൂടെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് എടുത്താലേ. അയ്യോ രക്ഷിക്കണേ, ഈ ശ്വാസം മുട്ടണേ, അയ്യോ അയ്യോ. ഇവിടെ അങ്ങ് കുറച്ച് നേരം കൂടെ പോകണം. എടുക്കാം. എല്ലാം കത്തിപ്പോയിട്ട് തീപ്പൊരി എൻ്റെ മണ്ടയ്ക്കുക. ഒരു ഐഡിയ ഉണ്ട്. ഉയ് തീർന്നു. 20 ആയിട്ടുണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ മതി. അതിൻ്റെ ഇടയ്ക്ക് വളർന്ന ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ട്രീ ഉണ്ടെന്ന് തന്നെ ഇപ്പോഴാണ് ഓർമ്മിക്കണം. ഞാൻ നട്ട് വളർത്തിയ ഒരു ട്രീനെ ഞാൻ തന്നെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ട്രീ ഉണ്ട് മൈൻക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ മറന്നു പോയി. പെട്ടെന്ന് ഒരു സെക്കൻഡിൽ പെട്ടെന്ന് കുറച്ച് നേരം ഈ കോബിൾ സ്റ്റോൺ എടുക്കുന്ന സമയത്ത് തീർന്നോ? അതിൻ്റെ ഇടയ്ക്ക് തീർന്നോ? നമുക്കിനി എന്താണ് ചെയ്യാളെന്ന് വെച്ചാൽ കാണിക്കാം. എല്ലാം കത്തി പോണ്. സ്വർണം പോലും കിട്ടില്ല, എല്ലാം കത്തി പോകുന്നു കേട്ടാ. കിട്ടിയ എത്ര? 5 9 ഇതാണ് എൻ്റെ പരിപാടി. എന്നിട്ട് നമുക്ക് അടുത്തുള്ള ലക്കി ബ്ലോക്ക് അതാണ്. അതെ ഞാൻ രാവിലെ രാത്രിയാണല്ലേ. നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ ഒരു വഴിയില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലക്കി ബ്ലോക്ക് ഉണ്ടായിരുന്നല്ലോ. മഴ പെയ്തപ്പോൾ പോയാ? You're too late. It's gone. ഒരു വലുത് അവിടെ സോംബിയൊക്കെ ഉണ്ട്. ഇവിടെ മാത്രമാണ് ഇല്ലാത്ത. എനിക്ക് മനസ്സിലായി. സ്കൈവേൾഡിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് സ്പോൺ ആവില്ല. നമ്മൾ നിൽക്കുന്ന ഐലൻഡിൽ അത് സ്പോൺ ആവില്ല. പക്ഷെ നമ്മൾ നിൽക്കാത്ത ഐലൻഡിൽ അത് സ്പോൺ ആവും. അതിൻ്റെ പൊട്ടത്തരം. അപ്പം നമുക്ക് ഈസി അല്ലേ ഈ കളി? അപ്പം നമ്മൾ ഈ രാത്രിയാണ് മറ്റേ ഐലൻഡിൽ പോകാൻ നോക്കണമെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ അടുത്ത ഐലൻഡിൽ പോകുമ്പോൾ അവിടെ സോംബി ഉണ്ടായിരിക്കും. അതിനെ അറ്റാക്ക് ചെയ്യണം.
പക്ഷെ ഈ കളി ഉണ്ടാക്കിയാലും മണ്ടനാണ്. എന്താണെന്നറിയോ, നമുക്ക് രാത്രി എവിടെ പോവാതിരുന്നാ പോരെ. ഓക്കെ ഗൈസ്, ഇതെടുത്തങ്ങ് ഇവിടെ വെച്ച് ഓ ഓ 36 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. എന്നാൽ ശരി, ബൈ Bye bye. Bye bye. Bye bye. Bye bye. Bye bye. Oh, bye bye.